ഷലോം സഹോദരങ്ങളെ, ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം നടക്കുകയായിരുന്നു അല്ലേ? ഇടയ്ക്ക് സമാധാന ചർച്ചയ്ക്ക് ട്രംപ് വന്നെങ്കിലും നടന്നില്ല. ഇസ്രായേലാണ് ആരംഭിച്ചത്, ഞങ്ങൾ ഇനി പുറകോട്ടില്ല എന്നാണ് ഇറാൻ പറഞ്ഞത് അല്ലേ? അപ്പം ശരിക്കും ഈ പരാമർശം അത് തെറ്റാണ് എന്ന് നമുക്കറിയാം. അതായത് ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കലാണ് അല്ലേ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കൽ. പണ്ട് ഗാസ വന്ന് ഇസ്രായേലിനെ ചൊറിഞ്ഞിട്ട് അടി വാങ്ങിയ പോലെ ഇങ്ങോട്ട് ചൊറിയുന്നത് ആരും അറിയില്ല. പകരം ചോദിക്കുമ്പോൾ, അങ്ങടുത്ത് ചെന്ന് ചോദിക്കുമ്പോൾ പിന്നെ മോങ്ങലായി, കരച്ചിലായി. അപ്പോൾ ഇറാൻ പറയുന്നത് ഇസ്രായേലിൽ തുടങ്ങിയത്, അതുകൊണ്ട് ഞങ്ങൾ പുറകോട്ടില്ല എന്ന്. അപ്പോൾ ഇത് ശരിക്കും പൊതുജനങ്ങളെ ഒരു തെറ്റിദ്ധരിപ്പിക്കലാണ്. അവരങ്ങോട്ട് ചെന്ന് ചൊറിയുന്നത് ഒരിക്കലും ഒരാളും അറിയില്ല. അപ്പോൾ ഇസ്രായേലാണ് ആരംഭിച്ചതെങ്കിൽ തിരിച്ച് ഒരു ചോദ്യം, അതായത് പുതിയ ഹിറ്റ്ലർ എന്നൊക്കെയാണല്ലോ ഈ ഖമേനിയെ വിശേഷിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം തിരിച്ച് ചോദിക്കട്ടെ, ഈ ഹമാസിനെ നിലക്കി നിർത്തി ബന്ദികളെയൊക്കെ, അതായത് ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ബന്ദികളെയൊക്കെ തിരിച്ചു കൊടുത്ത് ഗാസയിൽ സമാധാനം സ്ഥാപിച്ച് നിങ്ങൾക്ക് സ്വന്തം കാര്യം നോക്കി ഇരുന്നാൽ പോരായിരുന്നോ? എന്തിനാ ഇങ്ങനെ ഒരു യുദ്ധമൊക്കെ ഉണ്ടാകുമായിരുന്നോ? എന്തിനാ വെറുതെ പോയി ഇസ്രായേലിനെ ചൊറിഞ്ഞത്? നിങ്ങളുടെ ആവശ്യത്തിന് തന്ന എനർജി എടുത്ത് ആണവോർജം ഉണ്ടാക്കി ഇസ്രായേലിനെ പ്രകോപിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അമേരിക്ക സമാധാനം പറഞ്ഞു വരും, കാരണം ഇറാൻ ആണവായുധം ഉണ്ടാക്കിയാൽ അമേരിക്കയ്ക്ക് ഒന്നുമില്ല. പക്ഷെ ഇസ്രായേലിൻ്റെ കാര്യം അതാണോ? ഇസ്രായേൽ പ്രതിരോധത്തിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്. ഇസ്ലാമും ഇസ്രായേലും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അതായത് ഇസ്രായേൽ ജീവിക്കാൻ വേണ്ടിയിട്ട് മരിക്കാൻ തയ്യാറാകുമ്പോൾ ഇസ്ലാമോ, അവർ മരിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. ഈ ഹമാസിൻ്റെയൊക്കെ ചാപ്റ്ററുകളിലെ തുടക്കം തന്നെ എഴുതിയിരിക്കുന്നത് ഇസ്രായേൽ രാഷ്ട്രം ഉന്മൂലനം ചെയ്യും ഞങ്ങൾ മുസ്ലിമുകൾ, അതും എങ്ങനെ, ജിഹാദിലൂടെ എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ സമാധാനം കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോൾ ഇറാനിൽ ടെഹ്റാനിൽ IRGC എന്ന തീവ്രവാദന സംഘടന ഒരു ഡിജിറ്റൽ ക്ലോക്ക് വെച്ചിട്ടുണ്ട്, ഡെത്ത് ക്ലോക്ക് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ അതിൽ കൗണ്ട് ഡൗൺ ചെയ്ത് വെച്ചിരിക്കുന്ന വാചകം ഇതാണ്, അതായത് 2040 ജൂതൻ്റെ അന്ത്യം എന്ന്, 2040 വരുമ്പോഴേക്കും ജൂതൻ്റെ അന്ത്യം എന്ന് അങ്ങനെ കൗണ്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കണം അവർ. അപ്പോൾ പിന്നെ ഇസ്രായേൽ എങ്ങനെ വെറുതെ ഇരിക്കും? ഇറാൻ്റെ മിസൈലുകൾക്കൊപ്പം തന്നെ മിസൈലുകളുടെ ലോഞ്ചറും കൂടെ അന്വേഷിച്ച് അതും കൂടി ഇസ്രായേൽ നശിപ്പിക്കുന്നതിൽ നമുക്ക് തെറ്റു പറയാനാകുമോ? ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താ? ജിഹാദിൽ മരിക്കലാണ് ലക്ഷ്യം. ഇപ്പോൾ നോക്കൂ, പാകിസ്ഥാനോട് ഇന്ത്യക്ക് ദേഷ്യമുണ്ട് അല്ലേ? ദേഷ്യമുണ്ടെന്ന് കരുതി നമ്മൾ വെറുതെ പോയി അവരെ ചൊറിയാറുണ്ടോ? അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ? അവർ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലല്ലേ. നമ്മൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതല്ലേ ഉള്ളൂ. ഈ ഇസ്രായേലിൻ്റെ പോലെ തന്നെയാണ് ഇന്ത്യയും. ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ആരോടും അങ്ങോട്ട് തല്ലിന് പോയിട്ടില്ല, അങ്ങോട്ട് ആക്രമിച്ച ചരിത്രമില്ല. എന്നിട്ടും വെറുതെ ഇരുന്ന നമ്മുടെ മേല് പാകിസ്ഥാൻ വന്ന് മുണ്ടുപൊക്ക് നോക്കി, മതം നോക്കി വെടിവെച്ച് കൊന്നു അല്ലേ? അപ്പം അതുപോലെയാണ് ഇസ്ലാമിൻ്റെ ചരിത്രം വായിച്ചാൽ അറിയാം. ഓരോ രാജ്യങ്ങളും അവർ ആക്രമിച്ച് കീഴടക്കും, യുദ്ധം ചെയ്യുക, കൊല്ലുക, കൊള്ളയടിക്കുക. അവിടെ ക്ഷേത്രമോ അല്ലെങ്കിൽ പള്ളിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ആദ്യം തന്നെ പൊളിക്കും, എന്നിട്ട് അതിൻ്റെ മുകളിൽ മോസ്ക് പണിയും. ഇതൊക്കെയാണ് അവരുടെ രീതി. ടിപ്പു സുൽത്താനും 100 കണക്കിന് ക്ഷേത്രങ്ങൾ പൊളിച്ചു കളഞ്ഞ ചരിത്രമില്ലേ? അപ്പോൾ പറയും അതെല്ലാം കൊള്ളയടിക്കാനായിരുന്നെന്ന് അല്ലേ? ഇസ്ലാമിൻ്റെ ഒറിജിൻ തന്നെ കൊള്ളയടിക്കലാണ്. ഇത്രയൊക്കെ കൊന്നൊടുക്കിയ, കൊള്ളയടിച്ച, വ്യഭിചാരം ചെയ്ത, സ്ത്രീകളെ വെറും കൃഷിയിടങ്ങളാക്കി വിലയില്ലാതെ കാണിച്ച ഒരു പ്രവാചകനും ഈ ലോകത്തില്ല, ഒരു മതത്തിലും. നമ്മുടെ ബൈബിളിൽ തന്നെ പിടിക്കപ്പെട്ട വ്യഭിചാരിണിയുടെ അടുത്ത് അവർ യേശുവായുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യേശുവ എന്താ പറയുക? നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയിട്ടെന്ന്. അപ്പോൾ ആരും കല്ലെറിഞ്ഞില്ല അല്ലേ? അപ്പോൾ യേശുവ എന്താ പറഞ്ഞത്? ഞാനും നിന്നെ വിധിക്കുന്നില്ല, നീ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇങ്ങനെ കരുണ കാണിച്ച ഒരു ദൈവത്തെ യേശുവായാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. എന്നാൽ എല്ലാവരെയും വിധിക്കുകയും വധിക്കുകയും ചെയ്യാൻ പറഞ്ഞ തള്ളാഹു ആണ് ഇസ്ലാമിനുള്ളത്. 62 യുദ്ധം ജയിച്ചു എന്ന് പറഞ്ഞ് വീമ്പിളക്കുന്ന ഈ തള്ളാഹുവിനെ കൊന്നതാരാ നിങ്ങൾക്കറിയോ? ഒരു യഹൂദ സ്ത്രീ വിഷം കൊടുത്ത് കൊല്ലാണ് ചെയ്തത്. ഒരു യുദ്ധം ജയിച്ചു വന്നപ്പോൾ ഈ യഹൂദ സ്ത്രീയും അടിമയാക്കി വെച്ചുകൊണ്ടിരുന്നതാണ്. പായസത്തിൽ വിഷം കലക്കി കുടിക്കാൻ കൊടുത്തു.
അത് കൊടുത്ത് തൊണ്ടേന്ന് ഇറങ്ങുന്ന ആ സമയത്ത് ചുക വ്യത്യാസം വന്നപ്പോൾ ഈ കൊതമത് ചോദിച്ചു, ഇതിലെന്തൊരു ചുക വ്യത്യാസം, ഇതിൽ വിഷമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ യഹൂദ സ്ത്രീ പറഞ്ഞു, കുറെ സഹാബിമാർ കൂടെ ഉണ്ടായിരുന്നു, അത് പ്രവാചകനല്ലേ, അപ്പം അറിയില്ല ഇതിൽ വിഷമുണ്ടോ ഇല്ലയോ എന്ന്, ഇനിയിപ്പോൾ പ്രവാചകനായതുകൊണ്ട് ഇത് ഇറക്കിയാലും ചത്തുപോവില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം അഭിമാനം കാരണം അതങ്ങോട്ട് ഇറക്കേണ്ടി വന്നു. അങ്ങനെയായിരുന്നു ഈ കൊതമത് തൊണ്ട പുഴുത്ത് ചത്തത്. എൻ്റെ പൊന്നു പ്രിയ സഹോദരൻ, നിങ്ങൾക്കറിയോ ആ കൊതമതിൻ്റെ, മുഹമ്മദിനെയാണ് ഞാൻ കൊതമത് എന്ന് പറയുന്നത്, ആ കൊതമതിൻ്റെ മരണവും ഒരു ജൂത സ്ത്രീയുടെ കയ്യാലാണ് സംഭവിച്ചത്. ഇനി സമാധാനം ഇപ്പോഴില്ല എന്ന് ഇറാൻ പറയുമ്പോൾ തിരിച്ചു ചോദ്യം ചോദിക്കട്ടെ, സമാധാനം എപ്പോഴാണ്? സമാധാന മതം എന്നാണ് പേര്. ആർക്കെങ്കിലും നിങ്ങൾ സമാധാനം കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് പണ്ടേ സമാധാനമില്ല. നിങ്ങളുടെ ഇടയിൽ സമാധാനം സ്ഥാപിക്കുന്നവരെ പുറത്താക്കിയ ചരിത്രമല്ലേ ഉള്ളൂ. ഉദാഹരണം ഈജിപ്ത്. ഇറാനിൽ ജനങ്ങൾ തന്നെ ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മളെല്ലാം കണ്ടല്ലേ. പക്ഷെ അതൊന്നും TV ചാനലിൽ കാണിക്കില്ല. ഓൺലൈൻ മീഡിയകളിലൂടെ പൊതുജനങ്ങൾ പകർത്തിയ വീഡിയോ ആണ് നമ്മളെല്ലാം കണ്ടത്. സമൂഹ മാധ്യമങ്ങൾ നുണ പറഞ്ഞ് മാമാപ്പണി ചെയ്യുന്ന കാര്യം മാത്രമേ ചെയ്യുള്ളൂ. അവർക്ക് അതേ പറ്റുള്ളൂ. കാരണം എന്താ? അവർക്ക് പരസ്യം കിട്ടണ്ടേ. പണ്ട് ഗാസ ഇസ്രായേലിൽ ചെന്ന് ഒരു നരയാട്ട് നടത്തിയില്ലേ, അതും ഈ സിറിയയിൽ, നൈജീരിയയിൽ കൂട്ടമായിട്ട് ക്രിസ്ത്യാനികളെ കൂട്ടക്കുരുതി ചെയ്തില്ല. ഇതെല്ലാം എന്തെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നോ? ഇല്ലല്ലോ. അപ്പം ഇതൊക്കെ കാണിക്കണമെങ്കിൽ പൊതുജനങ്ങൾ വേണം. പൊതുജനങ്ങൾ ഓൺലൈൻ വഴി വീഡിയോ കാണിച്ചിട്ട് നമുക്കതൊക്കെ മനസ്സിലായത്. പക്ഷേ അധികം വൈകാതെ TV ചാനലുകാർക്ക് ഇതൊക്കെ കാണിക്കേണ്ടി വരും. കാരണം ഓൺലൈൻ മീഡിയയിലൂടെ ഇതെല്ലാവരും കണ്ട് എല്ലാ സത്യങ്ങളും അറിയുമ്പോൾ അവർക്കെല്ലാവർക്കും യഥാർത്ഥ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് പ്രതികരിക്കേണ്ടി വരും. നിങ്ങൾ അറിഞ്ഞോ, സിറിയയിൽ ഈ കഴിഞ്ഞ ദിവസം 200 ക്രിസ്ത്യാനികളെ വെടിവെച്ച് കൊന്നു. ആരെങ്കിലും അറിഞ്ഞോ? TV ചാനലുകളിൽ കാണിച്ചോ? സിറിയയിൽ ജൂതന്മാരൊന്നുമില്ല. അപ്പം പിന്നെ ക്രിസ്ത്യാനികളായാലും മതി. കാരണം എന്താ? ഭൂമി മുഴുവൻ ഇസ്ലാമാക്കുകയാണ് ഇവന്മാരുടെ ലക്ഷ്യം. ഭൂമി മുഴുവൻ ഇസ്ലാമാക്കിയിട്ട് തള്ളാഹുവിന് വഖഫ് കൊടുത്താൽ തള്ളാഹു തൃപ്തനാകും. വളരെ ചെറിയൊരു ആഗ്രഹമേ ഇവർക്കുള്ളൂ. കാരണം തള്ളാഹു റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനാണല്ലോ. പരമാവധി ഭൂമി വേണം. സിറിയ ഇന്ന് ഭരിക്കുന്നത് സിറിയൻ റെവല്യൂഷൻ വിക്ടറി എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയാണ്. അവിടെ ശരീഅത്ത് നിയമമാണ് നടപ്പാക്കുന്നത്. മറ്റു മതങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല. അപ്പം അതിനാൽ ഒരു ചാവേറ് പോയി കൂട്ടം കൂടി നിന്നിരുന്ന ക്രിസ്ത്യാനികളെ, 200-ലധികം ക്രിസ്ത്യാനികളെ വെടിവെച്ച് കൊന്നു. എന്നിട്ട് അവസാനം അവനും പൊട്ടിത്തെറിച്ച് ചത്തു. അവനെ പൊട്ടിത്തെറിപ്പിച്ചതാണോ അതറിയില്ല. അപ്പം ആയുധ സമരത്തിലൂടെ വിജയിച്ചിട്ടുള്ള മതമാണ് ഈ ഇസ്ലാം മതം. ചരിത്രം അങ്ങനെയാണ്. പക്ഷേ എന്നിട്ടും തള്ളാഹു പരമകാരുണികനാണ്. ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്നാ പറയണേ. പരമകാരുണികനായ നിങ്ങൾ പറയുന്ന ഈ മഹാശക്തിയായ തള്ളാഹുവിന് പക്ഷെ സ്വന്തമായിട്ട് നിലനിൽക്കണമെങ്കിൽ, തള്ളാഹുവിൻ്റെ പേര് നിലനിർത്തണമെങ്കിൽ മനുഷ്യപ്രാണികൾ വേണം അല്ലേ. അപ്പം അതെന്തൊരു ലോജിക്കാന്നേ. പഴയ നിയമം വായിച്ചാൽ അറിയാൻ പറ്റും. ഈ സോളമൻ്റെ കാലത്ത് സിറിയ, ലെബനോൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ വളരെ മനോഹരമായ ഭൂപ്രദേശമായിരുന്നു. വലിയ ചരിത്രമുള്ള ഒരുപാട് സംസ്കാരമുള്ള രാജ്യങ്ങൾ. എന്നാൽ ഇന്നത്തെ അവസ്ഥ, അവിടെയൊക്കെ ഇന്ന് എന്താ നടക്കുന്നത്? മുഴുവൻ ചിതറിപ്പോയി, നശിപ്പിച്ചു അവന്മാർ. ഇടയ്ക്ക് ഖത്തറിലേക്ക് ഒരു ആക്രമണം ഉണ്ടായി അല്ലേ, അമേരിക്കയുടെ ബേസിലേക്കാണെന്നും പറഞ്ഞു കൊടുത്തു. പക്ഷെ അവിടെയും കുരുതിക്ക് കൊടുത്ത പാവം ജനങ്ങളെയല്ലേ, കണ്ണും മൂക്കും ഒന്നും ഇല്ലാണ്ട് തോന്നിയ പോലെയാണ് യുദ്ധം ചെയ്യണേ. കാരണം കാട്ടുകഴുതേനെ പോലെയാണല്ലോ ഇവരെ ദൈവം അനുഗ്രഹിച്ചേക്കണേ, പറഞ്ഞിട്ട് കാര്യമില്ല. ബൈബിളിൽ ആദ്യത്തെ യുദ്ധം നടന്നത് ഉൽപ്പത്തി 14 വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവജനത്തെ ആദ്യം തന്നെ ആക്രമിച്ചവര്, അതായത് ഈ ഇറാന്റെ അന്നത്തെ പേര് പേർഷ്യ എന്നായിരുന്നു. അവരന്ന് ആക്രമിച്ചത് നമ്മുടെ അബ്രഹാമിൻ്റെ സഹോദരൻ്റെ മകനായ ലോത്തിനെയും അവൻ്റെ സമ്പത്ത് ഉണ്ടായിരുന്ന സമ്പത്തിനെയും സ്ത്രീജനങ്ങളെയും ഒക്കെ ആയിരുന്നു. അന്ന് അവരെ ലോത്തിൻ്റെ സമ്പത്ത്, സ്ത്രീജനങ്ങളെല്ലാവരെയും പിടിച്ചുകൊണ്ടുപോയി. അന്ന് ലോത്ത് സോതോമിൽ പാർക്കുകയായിരുന്നു. അപ്പൊ ദൈവം പറഞ്ഞു അബ്രാഹാമിനോട് പോയി പിടിക്കണമെന്ന് പറഞ്ഞു. അവരുടെ മുമ്പിൽ സോതോം ഗൊമോർ രാജാക്കന്മാരും ഒക്കെ തോറ്റു നിൽക്കുന്ന അവസ്ഥയായിരുന്നു ആ സമയത്ത്. അപ്പൊ അബ്രാഹാം തൻ്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ, വെറും 318 പേരെ കൂട്ടിക്കൊണ്ട് ചെന്ന് ദാൻ വരെ അവരെ പിന്തുടർന്ന് രാത്രിയിൽ പല കൂട്ടമായി ചെന്ന് അവരെ ആക്രമിച്ച് തോൽപ്പിച്ചു സഹോദരരെ. ലോത്തിനെയും ലോത്തിൻ്റെ എല്ലാ സമ്പത്തും സ്ത്രീജനങ്ങളെയും ഒക്കെ തിരികെ കൊണ്ടുവന്നു അല്ലേ. അപ്പോൾ
അന്ന് തുടങ്ങിയതാണ് അവര് ഈ തോണ്ടലും ഈ എന്താ പറയുക അവരുടെ ഇങ്ങോട്ടുള്ള തോണ്ടലും പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള ഇസ്രായേലിൻ്റെ യുദ്ധവും ഒക്കെ ആ ഉൽപ്പത്തി മുതൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്രായേൽ തീയിൽ കുരുത്തതാ, വെയിലത്ത് വാടില്ല മോനെ. കാരണം എന്താണ്? അവരുടെ പരിപാലകൻ ഉറങ്ങില്ല, ഉറങ്ങാതെ മയങ്ങാതെ അവർക്കൊപ്പമുണ്ടെന്നേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് 11:59 എന്ന സമയത്തിലാണ്. അതായത് ഈ ലോകത്തിൻ്റെ പോക്കാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ സമയമല്ല. അധികം വൈകാതെ 12 ആകും, അതായത് എൻഡ് ആകും. അപ്പോൾ ഇപ്പോൾ ഇസ്രായേലും ഇറാനും ഒക്കെ ഉണ്ടായിരുന്ന യുദ്ധം നടക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ ഇറാൻ എന്ന രാജ്യത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് ഇസ്രായേൽ യുദ്ധം ചെയ്തത്. ആർക്ക് പറ്റും അതിന്? ഇറാൻ ഒരു ഫുൾ ബോഡി ആണെങ്കിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു ചെറുവിരലിൻ്റെ അത്രയേ ഉള്ളൂ ഇസ്രായേൽ. ഇസ്രായേൽ അവിടെ ചെന്ന് യുദ്ധം ചെയ്യുന്നത് ഇറാനിൽ സാധാരണ ജനങ്ങൾക്ക് അവരുടെ ആഗ്രഹമാണത്, അവർക്ക് അത് ഇഷ്ടമാണ്. നമ്മൾ വീഡിയോയിൽ കണ്ടല്ലോ അവർ ആഹ്ലാദിക്കുന്നത്. അത് എന്തുകൊണ്ടാ? കാരണം അവിടെ ഇപ്പോൾ ശരീഅത്ത് നിയമമാണ് നടക്കുന്നത്. അനേകരെ ജയിലിലിട്ട് പീഡിപ്പിക്കുക ചെയ്യുന്നത്. ആ ശരീഅത്ത് നിയമം എന്ന് പറഞ്ഞാൽ അവരുടെ ഖുർആൻ പ്രകാരമുള്ളത്. അവരെന്ത് പറയുന്നത് അനുസരിക്കണം. അനുസരിച്ചില്ല എങ്കിൽ അവർ ഇതുപോലെ ക്രൂരമായിട്ട് പീഡിപ്പിക്കും. മനസ്സിലായോ? അപ്പോൾ ഇറാനിൽ ഇസ്രായേൽ ചെന്നിട്ട് എന്താ ചെയ്തത്? അവർ കൂട്ടിയിട്ടിരുന്ന ആ ജയിൽ തകർത്തുകൊണ്ട് അനേകരെ മോചിപ്പിക്കുകയാണ് ചെയ്തത്. അവരുടെ ആണവ കേന്ദ്രങ്ങൾക്ക് തീയിട്ടു. അവരുടെ ഗവൺമെന്റിന്റെ എല്ലാ സംവിധാനങ്ങളെയും തകർത്ത് അവർ മുന്നേറി. എന്നാൽ ഇസ്രായേലിലോ ഒരു പരിഭ്രാന്തി ആർക്കുമില്ല. അവർ അവരുടെ ദൈവത്തെ അത്രയധികം അവർ വിശ്വസിക്കുന്നു. എന്നാൽ മാധ്യമങ്ങളാകട്ടെ തള്ളിമറിക്കുക ചെയ്യണേ അല്ലേ. എന്ത്? ഇസ്രായേൽ കത്തി നശിക്കുന്നു, ഇസ്രായേലിലെ ഇന്ത്യയിലെ ജനങ്ങളോട് പൊക്കോളാൻ പറയുന്നു അല്ലേ, എന്തൊക്കെ കാണിച്ചു തരണേ. എന്നാൽ ഇസ്രായേലിൽ ജീവിക്കുന്നവര് അവിടെ ഒരു കുഴപ്പമില്ലെന്ന് വീഡിയോ സഹിതം നമുക്ക് കാണിച്ചു തരാണ്. അവർക്കറിയാം ഇന്ത്യയെക്കാളും സേഫ് അവർ ഇസ്രായേലിലാണെന്ന്, അവർ സുരക്ഷിതരാണെന്ന് അവർക്കറിയാം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും ഒരു ചെറിയ രാജ്യമായിട്ട് പോലും എല്ലാ സുടുക്കളും ഒന്നു ചേർന്നിട്ടും ഇസ്രായേലിന് തകർക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാ? ഒരു ഭാഗത്ത് ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങാതെ അവരെ കാക്കുമ്പോൾ മറുഭാഗത്ത് ബുദ്ധി കൊടുത്ത് അയൺ ഡോം പോലെ ഉള്ള സംവിധാനങ്ങളെ അവരെ കാത്ത് പരിപാലിക്കുകയാണ്. ഇസ്രായേൽ ഒറ്റയ്ക്ക് നിന്നിട്ടാണ് ഹൂതികളെയും ഹമാസിനെയും സിറിയയും ഇറാനെയും ഹിസ്ബുള്ളയും എന്ന് വേണ്ട എല്ലാത്തിനും നേരിട്ടത് അല്ലേ. വളരെ ചെറിയൊരു രാജ്യം എങ്ങനെ നേരിടാതിരിക്കും? ഈ കൊതമത് തൂറാനിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? യഹൂദനെ മുച്ചോട് മുച്ചും തകർക്കുമെന്ന്. അത് ലാസ്റ്റത്തെ യഹൂദൻ മരിച്ചു വീഴുന്നത് വരെ അവർക്ക് വിശ്രമമില്ല എന്നാണ്. അപ്പോൾ പിന്നെ ചൊറിയാൻ വരുന്നവരെ മാന്താണ്ട് ഇസ്രായേൽ വിടോ? മാന്തി പൊളിക്കും ഇസ്രായേൽ. കാരണം അവർ സിംഹക്കുട്ടികളാണ്. അവരിപ്പോൾ റൈസിംഗ് ലയൺ എന്നാണ് ഈ സംരംഭത്തിന് പേര് കൊടുത്തത് അല്ലേ. എന്താ അതിൻ്റെ അർത്ഥം? തിരിച്ചുവരവ്. മതഭീകരരെയും ആയുധപുരകളെയും ലക്ഷ്യം വെച്ച് അവർ തിരിച്ചു വരികയാണ്. മിസൈൽ ഇടുന്നത്, ആ മിസൈൽ നശിപ്പിക്കുക മാത്രമല്ല അതിൻ്റെ ലോഞ്ചറും കൂടെ കണ്ടുപിടിച്ച് നശിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇസ്രായേൽ നമുക്കും കൂടെ ഒരു രക്ഷയാണ്. അതെന്താ ചിന്തിക്കാത്ത ആരും? ആദ്യമൊക്കെ ഇറാൻ 700-800 മിസൈലുകളൊക്കെ ആയിരുന്നു ഇസ്രായേലിൽ ഇട്ടിരുന്നത്. ഇപ്പം അതിൻ്റെ എണ്ണം കുറഞ്ഞ 50-30 ഒക്കെ ആയി. എന്താ അതിൻ്റെ അർത്ഥം? അവരുടെ ആയുധങ്ങൾ കുറഞ്ഞു തുടങ്ങി. എന്നാലും തള്ളിന് യാതൊരു കുറവുമില്ല. ഇപ്പോൾ ചരൽ വാരി വീക്കുന്ന മാതിരിയാണ് അവർ മിസൈൽ വീക്കണേ. എന്തെങ്കിലുമൊക്കെ താഴെ വീണാൽ അതായിന്ന്. ഇസ്രായേലിൽ വീഴുന്ന 1-2 ബോംബിൻ്റെ പേരിൽ കരയുന്ന മീഡിയകളെയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുക. ഒന്ന് ഓർത്ത് നോക്കിയേ, അയൺ ഡോം ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു ഇന്നത്തെ അവസ്ഥ? അന്ന് ഒക്ടോബർ 7-ാം തീയതി ഹമാസ് വന്ന് ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ കരമാർഗമാണ് അവർ വന്നത്. എന്നിട്ടും അയൺ ഡോം ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് എന്തുകൊണ്ടത് കണ്ടില്ല എന്ന് പറഞ്ഞ മണ്ടന്മാരാണ് ഇന്നത്തെ മീഡിയാസ്. അയൺ ഡോം എന്താണ്, എവിടെയാണ് അത് നശിപ്പിക്കുന്നത് അതുപോലും അറിയില്ല. അപ്പം ഈ കരച്ചിലാണ് നമ്മുടെ ഈ സാധാരണ ജനങ്ങൾക്ക് അറിയുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടാൻ തന്നെ വിചാരിച്ചത്. ഇസ്രായേലത്ത് എല്ലാവിടെയും ബോംബ് ഷെൽട്ടർ ഉണ്ട്. ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് പോലും ഒരു ബോംബ് ഷെൽട്ടർ ഉണ്ട്. അത്രയ്ക്ക് പ്രിപ്പയർഡാണ് അവർ. അവർക്ക് യുദ്ധം എന്ന് വെച്ചാൽ അത് പുത്തരിയൊന്നല്ല. ജനിച്ചതേ യുദ്ധത്തിന് നടുവിലാണ്. നമ്മൾ ഉൽപ്പത്തി മുതൽ വായിച്ചു നോക്കി നമുക്കറിയാലേ അവരുടെ യുദ്ധങ്ങളും കർത്താവ് അവരെ കൊണ്ടുപോയിട്ടുള്ള വഴികളും. ഇനി ഇസ്ലാം എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? ഇസ്ലാം കൊല്ലാൻ വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ യഹൂദര് ജീവിക്കാൻ വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്.
ചിലർ ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ, എല്ലാ മുസ്ലിമുകളും തീവ്രവാദികളാണോ എന്ന്? എല്ലാ മുസ്ലിമുകളും തീവ്രവാദികളല്ല. പക്ഷെ നിങ്ങൾ ഒന്നോർക്കണം, എല്ലാ തീവ്രവാദികളും മുസ്ലിമുകളാണ്. അപ്പം അതെന്താണ് കാരണം? അതിന് കാരണം ഈ കുത്തുനബി ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്നത് തന്നെയാണ്. ലോകം മുഴുവൻ അല്ലാഹുവിൻ്റെ ആക്കണം, യുദ്ധം ചെയ്യണം എന്ന്. ജിഹാദി ആക്രമണം എന്ന് വിളിച്ചാൽ മുസ്ലിമുകൾക്ക് വളരെ വേദനിക്കും. എന്നാൽ അവരുടെ കീഴിലായിട്ടുള്ള ഈ സിറിയ, അഫ്ഗാനിസ്ഥാൻ എന്ന് വേണ്ട ഈ തീവ്രവാദികളുടെ കീഴിൽ കഴിയുന്ന ഏത് രാജ്യം എടുത്ത് നോക്കിയാലും അവിടെയൊക്കെ ശരീഅത്ത് നിയമമല്ലേ നടപ്പിലാക്കുന്നത്. അപ്പം അവിടേക്ക് അവർ എന്താ കാണിച്ചു കൊടുക്കുന്നത്? ഇതൊന്നും സമൂഹ മാധ്യമങ്ങളിൽ കാണിക്കില്ല. കാരണം അവരെ കത്തിച്ച് ചാമ്പലാക്കും. എന്നാൽ ഇന്ന് സത്യങ്ങൾ കാണിച്ചു തരുന്നത് പൊതുജനങ്ങൾ ഓൺലൈൻ മീഡിയയിലൂടെയാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളിത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നാളെ നമ്മുടെ നാടും ഇവന്മാർ കൈക്കലാക്കും, കത്തിക്കും. സ്ത്രീകൾ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന മാതിരി കൃഷിയിടങ്ങളാകും. അപ്പിക്കുപ്പായത്തിൽ ജീവൻ ഒടുക്കേണ്ടി വരും. ഖുറാനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ത്രീകളെ കൃഷിയിടങ്ങളായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും സ്ത്രീയെ ഭോഗിക്കാം, തിരിച്ചും മറിച്ചിട്ടൊക്കെ ഭോഗിക്കാം. വെറും കൃഷിയിടം, ഒരു വിലയില്ല. മനസ്സിലായോ? ഇനി ഞാൻ അതിൻ്റെ ഹദീസുകൾ നിങ്ങൾക്ക് വായിച്ചു തരാം. അതായത് സാഹിഹ് മുസ്ലിം ബുക്ക് 3371 മുഹമ്മദ് പറഞ്ഞു, യുദ്ധ തടവുകാരികളായി പിടിച്ച സ്ത്രീകളെ അവരുടെ ഭർത്താക്കന്മാർക്ക് വിട്ടുകൊടുക്കുന്നതിന് മുൻപ് ബലാത്സംഗം ചെയ്യുവിൻ. ഇതൊക്കെ അവരുടെ ഹദീസിൽ പെട്ടിട്ടുള്ളതാണ്. സാഹിഹ് അൽ ബഖാരി 2853. ആരെങ്കിലും ജിഹാദിന് വേണ്ടി കുതിരയെ വളർത്തിയാൽ ആ കുതിര ഭക്ഷിച്ചതിനും കുടിച്ചതിനും അതിൻ്റെ ചാണകത്തിനും മൂത്രത്തിനും പ്രതിഫലം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ ലഭിക്കും. ഇനി ഖുറാൻ 33:59 തിരിച്ചറിയപ്പെടാതിരിക്കാൻ സ്ത്രീകൾ അപ്പിക്കുപ്പായം ഇടുക. എന്താണ് അപ്പിക്കുപ്പായം? അതിവിടെ എഴുതിയിട്ടുണ്ട്. സാഹിഹ് അൽ ബഖാരി 146 ബുക്ക് 4 ഹദീസ് 12. തുറസായ സ്ഥലത്ത് മലവിസർജനത്തിന് പോകുന്ന സ്ത്രീകൾ ആളറിയാതിരിക്കാൻ ധരിക്കുന്ന വസ്ത്രമാണ് അപ്പിക്കുപ്പായം. മനസ്സിലായി? അപ്പം എന്താണ് അപ്പിക്കുപ്പായം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് അവരുടെ ബുക്കിൽ തന്നെ എഴുതി വെച്ചേക്കുന്നതാണ്. അതായത് പണ്ട് മുഹമ്മദിൻ്റെ ഭാര്യമാര് അപ്പിടാൻ പോകുമ്പോൾ മറ്റുള്ള സഹാബിമാർ ഒളിഞ്ഞു നോക്കുന്നു. ഇത് പരാതി പറഞ്ഞ ഭാര്യമാരുടെ അടുത്ത് മുഹമ്മദ് പറഞ്ഞൊരു കാര്യം ചെയ്യ്, ഞാനൊരു കുപ്പായം ഉണ്ടാക്കി തരാം, അതാണ് ഈ അപ്പിക്കുപ്പായം. അതാവുമ്പോൾ നിങ്ങളുടെ മൂഡ് മാത്രമേ കാണുള്ളൂ. അപ്പം അത് കാണുമ്പോൾ നിങ്ങളെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് അപ്പിടാൻ പോകുമ്പോൾ ഉണ്ടാക്കി കൊടുത്ത ഒരു വസ്ത്രമായിരുന്നു ഈ അപ്പിക്കുപ്പായം. ഇന്ന് വിശുദ്ധ വസ്ത്രമായിട്ട് ഉപയോഗിക്കുന്ന പർദ്ദ, അതാണ് ഇന്ന് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതുപോലെയുള്ള പിന്നെ എന്ത് വേണം നിങ്ങൾക്ക്? സ്വർഗത്തിൽ ഈ അല്ലാഹുവിന് വേണ്ടി മരിച്ചു കഴിഞ്ഞാൽ 72 ഹൂറിമാരുണ്ട്. വളരെ വൃത്തികേടുകൾ കുറേ ഹൂറിമാരുണ്ട്. മദ്യപ്പുഴ ഒഴുകാണ്. സുന്ന 4337 നിങ്ങൾ വായിച്ചു നോക്ക്. ഇതൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് വായിക്കാവുന്നതേ ഉള്ളൂ. വളരെ വൃത്തികേട്. എനിക്ക് ഇതിലൊന്നും പറയാൻ പറ്റാത്തത്ര വൃത്തികേടുകളാണ് ഈ ഖുറാനിലൊക്കെ എഴുതി വെച്ചേക്കണേ. തള്ളാൻ മാത്രം അറിയുന്ന തള്ളിക്കൊണ്ടിരിക്കുന്ന ഈ അല്ലാഹുവിന് 1600 വർഷമായില്ല ഇതൊക്കെ എഴുതി വെച്ചിട്ട്. എന്നിട്ടും ഇത് ഫോളോ ചെയ്ത് ജീവിക്കുന്നവരാണ് ഇന്നത്തെ ആൾക്കാർ. ഇന്ന് പുതിയ തലമുറയാണ് എന്ന് പറഞ്ഞാലും എന്താ പറയുക, വളരെ വൃത്തികേടുകൾ അത് ഫോളോ ചെയ്തു വരുന്ന ഒരു വിഭാഗം ജനതകൾ. ഈ അടുത്ത് തന്നെ ഒരു ആള് പറയണ്ടായിരുന്നില്ല, ഇവരുടെ ഒരു ഉസ്താദ്, എന്താണ് നിങ്ങൾ ഇപ്പോൾ ഒരു പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതോ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതോ നിങ്ങൾ സ്വപ്നം കണ്ടാൽ അത് നിങ്ങളുടെ ഭാഗ്യമാണ്, അല്ലാഹു അനുഗ്രഹിച്ചതാണ് എന്നൊക്കെ. അത്രയ്ക്ക് മോശമാണ് ഇവന്മാരുടെ പഠിപ്പിക്കില്ല. അപ്പം മതപണ്ഡിതന്മാർ തന്നെ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ പിന്നെ അവരുടെ ജനങ്ങൾ വഴിതെറ്റി പോയില്ലെങ്കിലേ ഇതുള്ളൂ, അത്ഭുതമുള്ളൂ. ഇനി ഈ ഫോണ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഇതിലൂടെയാണല്ലോ ഇവന്മാരുടെ തെറിവിളി. ഇതെല്ലാം കണ്ടുപിടിച്ചത് ജൂതനാണെന്ന് ഓർക്കണം. നമ്മൾ ഇപ്പോൾ ഈ തെറി വിളിക്കാനായിട്ട് ഇവർ ഉപയോഗിക്കുന്ന ഈ ഫോണ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഇതെല്ലാം ജൂതൻ ഉണ്ടാക്കിക്കൊണ്ടുവന്നതാണ്. എന്തിന്? ഇവർ പൊട്ടിത്തെറിച്ച് ചാവാൻ ഉപയോഗിക്കുന്ന പേജർ വരെ ജൂതൻ കണ്ടുപിടിച്ചതാണ്. ഈ അല്ലാഹുവ് കൊണ്ട് എന്തെങ്കിലും അല്ലാഹുവിൻ്റെ ആൾക്കാരെ കൊണ്ട് കുറച്ച് എണ്ണ ഉണ്ടാക്കാം, വെളിച്ചെണ്ണ ഉണ്ടാക്കാമെന്നല്ലാതെ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? എന്നാൽ നമുക്ക് യഹൂദന്മാരെ കൊണ്ട് ദൈവം എന്തൊക്കെ അനുഗ്രഹങ്ങൾ ഈ ലോകത്തിന് തന്നിട്ടുള്ളത്. ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെ കഥ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഫുള്ള് ഇവരുടെ അല്ലാഹു എയറിലാണ്. അപ്പോൾ
അപ്പോൾ ഇതൊക്കെ നിങ്ങൾ തിരിച്ചറിയണം സഹോദരരെ. ഇത് ഞാൻ എന്താ പറയാ, നിങ്ങളെ ഒരു ജാതി സ്പിരിറ്റ് ഉണ്ടാക്കാനൊന്നും പറയണതല്ല. എല്ലാ മുസ്ലിമുകളും ഇതുപോലെയാണെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ തല പോകും. നാളിതുവരെ നമ്മളും ജാതിയൊന്നും ചോദിച്ചിട്ടല്ലല്ലോ ഇവരെ സ്നേഹിച്ചിരുന്നത്, അല്ലേ? പക്ഷേ ജാതി നോക്കി കൊല്ലുന്നത് ഇവരാണ് എന്നറിഞ്ഞിരുന്നാൽ നാളെ നമ്മുടെ തല പോകാതെ നോക്കാൻ നമുക്ക് സാധിക്കും. ഇനി നിങ്ങളുടെ കൂടെ ഇടപഴകുന്നത് ഈ ഖുറാൻ ഇതുപോലെയുള്ള ഹദീസുകളിൽ വിശ്വസിക്കുന്ന, ഖുറാനെ ഫോളോ ചെയ്യുന്ന മുസ്ലിമുകളാണ് എങ്കിൽ നിങ്ങൾ അവരെ സൂക്ഷിക്കണം. അതറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ തല പോകും. അതുകൊണ്ടാണ് കർത്താവ് മുന്നറിയിപ്പ് തന്നത്. നിങ്ങളുടെ തല, അതായത് അവരുടെ ദൈവത്തിന് വേണ്ടി ബലിയർപ്പിക്കുന്ന കാലം വരുന്നു, നിങ്ങളെ ബലിയർപ്പിക്കുന്ന കാലം വരുന്നു എന്ന് കർത്താവ് നമ്മൾക്ക് വാണിംഗ് തന്നത് ഇവന്മാരെ കുറിച്ചാണ്. ഇനി നിങ്ങൾക്ക് ഭയമാണോ? ആ ഭയമാണ് സാത്താൻ്റെ ആയുധം. നിങ്ങളിലുള്ള ഭയമാണ് ഈ സാത്താൻ്റെ ആയുധം എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇസ്രായേൽ ഈ ലോക ജനസംഖ്യയുടെ 0.1% മാത്രമേ ഉള്ളൂ. അതായത് ഒരു 60 ലക്ഷം പേരെ ഉണ്ടാവുള്ളൂ. അതിൽ 20 ലക്ഷം പേരും ഈ ഇസ്രായേലിൽ താമസിക്കുന്നവർ ഈ തുലുക്കന്മാർ തന്നെയാണ്. ബാക്കി വന്ന 40 ലക്ഷം പേരേ ഉള്ളൂ. എങ്കിലും അവരെ തോൽപ്പിക്കാൻ ഈ ഇസ്ലാമിക സമൂഹത്തിന് ആകുന്നില്ല എന്നതാണ് സത്യം. എത്ര വെട്ടിയിട്ടാലും ഒരു കുറ്റി ശേഷിക്കും. IDF ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു, നിങ്ങൾ തകർത്തുകൊള്ളൂ, പക്ഷെ ഞങ്ങൾ ഇവിടെ റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഒരു ജൂതന്റെ സ്പിരിറ്റ് എന്ന് പറയണേ. കർത്താവ് എന്താ പറഞ്ഞേ? നിനക്കെതിരെ വരുന്ന ശത്രുക്കൾ ഒരു വരിയായി വന്നാലും അവർ 7 വരിയായിട്ട് ഓടുമെന്നാ പറയണത്. 7 വരിയായിട്ട് ഓടുന്നു. അതായത് കർത്താവ് അവരുടെ കൂടെ ഉണ്ടെന്നേ. അല്ലാണ്ട് തള്ളാഹുവിനെ പോലെ തള്ളി മറിച്ചിട്ട് നിങ്ങളെ മുൻപിലാക്കിയിട്ട് നിങ്ങളെ പൊട്ടിത്തെറിച്ച് കൊന്നിട്ട് അവിടെ കുത്തിരിക്കുന്ന തള്ളാഹു അല്ല. ഇവർക്കറിയാം, ഇസ്രായേലിനറിയാം, ഇസ്രായേലിൻ്റെ ദൈവം പരിപാലകൻ മയങ്ങില്ല, ഉറങ്ങില്ല എന്ന്. ഈ ചെറിയൊരു സമൂഹം ലോകത്തിന് ഒരു ജനതയ്ക്കും ഇവരെ തോൽപ്പിക്കാനോ ഇവരോട് എതിര് ചോദിക്കാനോ ഉള്ള ധൈര്യമില്ലാതിരിക്കെ ഈ ചെറു സമൂഹം ഇവർക്കെതിരെ ഉയർത്തെഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ദൈവമുണ്ട്. ജീവിക്കുന്ന ദൈവം, ജീവനുള്ള ദൈവം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, യഹൂദന്മാര് എങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചേക്കുന്നത്, അവരെങ്ങനെയാണ് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. അവർ സാധാരണ മനുഷ്യരല്ല. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇസ്ലാം തീവ്രവാദികള് ജൂതനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നത്, അവസാന ജൂതനെ വരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ചിന്തിക്കാം അല്ലേ? ലോകം തന്നെ ഇസ്രായേലിനെ നോക്കി പകയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം അവർ സാധാരണ മനുഷ്യരല്ല. ദൈവത്തിന് ഒരു പ്ലാനും പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ദൈവം ഉണ്ടാക്കി കൊടുത്ത ഒരു പ്രത്യേക ജനതയാണ് യഹൂദന്മാർ. അത് മനസ്സിലാക്കാതെ യഹൂദന്മാരെ കുറ്റം പറയുന്ന ക്രിസ്ത്യാനികൾ, ഇതൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്നത്. ഈ റീൽസിൻ്റെ ഇടയിലും അല്ലെങ്കിൽ ഈ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന എല്ലാ വീഡിയോകളും മാത്രം വിശ്വസിച്ച് നടക്കാതെ നിങ്ങൾ ഇതിൻ്റെ സത്യങ്ങൾ അന്വേഷിക്കുക. ഞാൻ എപ്പോഴും പറയാറില്ലേ, അന്വേഷിക്കുന്നവനെ ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അന്വേഷിക്കുക. അപ്പോൾ ഏതാണ് സാത്താൻ മതമെന്നും ഏതാണ് ദൈവത്തിനെ ഫോളോ ചെയ്യുന്നവരെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഞാൻ നിർത്താണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ ഇപ്പോൾ യുദ്ധം നിൽക്കുമെന്നാണ് പറയുന്നത്. നമുക്കറിയില്ല, യുദ്ധം നിൽക്കാം, യുദ്ധം തുടർന്നുകൊണ്ടിരിക്കും. ഇതൊന്നും ഒരിക്കലും അവസാനിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, ബൈബിളിൽ അവസാനമായി എൻഡിൽ എല്ലാ ഇസ്ലാം രാഷ്ട്രങ്ങളും എന്ന് വേണ്ട ഈ ലോകം മൊത്തം നമ്മുടെ ഇസ്രായേലിന് ചുറ്റും കൂടി ഇസ്രായേലിൻ്റെ ശക്തി ക്ഷയിക്കുന്ന ആ അവസ്ഥയിലാണ് നമ്മുടെ കർത്താവ് വരിക. അപ്പം അതുകൊണ്ട് യുദ്ധം ഇനിയും തുടങ്ങും. ഇപ്പം അവസാനിച്ചാണ് യുദ്ധം ഇനി തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അവിടെ ജീവനുള്ള ദൈവമായിട്ട് ഇസ്രായേലിൻ്റെ ഒപ്പം എന്നും നമ്മുടെ കർത്താവ് ഉണ്ടാവും എന്നതാണ് സത്യം. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. അപ്പോൾ ഞാൻ നിർത്താണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ പഠിപ്പിച്ചിരുന്നു ഇസ്രായേൽ ഹായ് എന്നല്ലേ. അപ്പോൾ അന്ന് നിങ്ങൾ പഠിപ്പിച്ചിരുന്ന ഒരു വാചകം തന്നെയാണ് ഇന്ന് ഞാൻ വീണ്ടും പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഓഡ് അവിനു ഹായ്, ചായ് എന്നാണ്. അതായത് ഓഡ് OD അവിനു AVINU. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞതാണ് ചായ് CHAI. അപ്പോൾ അവിടെ അവിടെ സൈലൻ്റ് ആണ്. അപ്പോൾ ഓഡ് അവിനു ഹായ്, അതായത് എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ പിതാവ് ജീവിച്ചിരിക്കുന്നു, നമ്മുടെ കർത്താവ് ജീവനുള്ള ദൈവമാണ്. അല്ലാതെ ജീവനില്ലാത്ത തള്ളാൻ വേണ്ടി മാത്രം അറിയുന്ന, കൊല്ലാൻ പഠിപ്പിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ജീവനുള്ള ദൈവമാണ്. പക്ഷേ ബുദ്ധിയും കൂടെ വേണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്താ കർത്താവ് പറഞ്ഞേക്കണേ? നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരമായിരിക്കണം. അപ്പോൾ പാമ്പ് സാത്താനല്ലേ, എന്നിട്ടും പാമ്പിനെ പോലെ ബുദ്ധി ഉണ്ടാകണം എന്ന് പറയാൻ കാരണം ഈ സാത്താൻ്റെ സ്വഭാവം എന്തെന്നാ?
അവൻ നൂഴ്ന്ന് അവൻ ഈ വക്രബുദ്ധിയും കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരും അല്ലേ. അപ്പം ഈ വക്രബുദ്ധി ഉപയോഗിച്ചിട്ട് തന്നെ പാമ്പിനെ പോലെ വക്രബുദ്ധി ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾ അവരെ തോൽപ്പിക്കണം എന്നും കൂടി കർത്താവ് നമുക്ക് പറഞ്ഞു തരണേ. അപ്പോൾ നമ്മുടെ ജീവനുള്ള ദൈവത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ജീവനുള്ള ദൈവത്തിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നടക്കാം. യുദ്ധം അവസാനിക്കട്ടെ, അത് സാധാരണ ജനങ്ങൾ മരിച്ചു വീഴാൻ ആരും ആഗ്രഹിക്കില്ല, അതൊക്കെ നല്ല കാര്യം. പക്ഷെ എപ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ നമ്മൾക്ക് രക്ഷപ്പെടാം. അപ്പോൾ ഞാൻ നിർത്തുന്നു. എന്നെ കേട്ട എല്ലാവർക്കും തോദാ റബ്ബ തോദാ അബ്ബാജി.